വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. സിമ്പിൾ ഓഫ് ആൻ ആറ്റം ഇസ് ഗിവൺ. ഒരു ആറ്റത്തിന്റെ സിമ്പിൾ തന്നിട്ടുണ്ട്, സോഡിയം ആണ് കേട്ടോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പൊ നമുക്കറിയാം പ്രോട്ടോൺസിന്റെ ന്യൂട്രോൺസിന്റെ ഒക്കെ എണ്ണം കിട്ടണമെങ്കിൽ അറ്റോമിക് നമ്പർ മാസ് നമ്പർ വേണം. സോ ആറ്റത്തിന്റെ താഴെ സിമ്പിളിന്റെ താഴെ എഴുതുന്ന നമ്പറാണ് അറ്റോമിക് നമ്പർ. അപ്പൊ ഇതിന്റെ Z അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 11 ആണ്. മേലെ എഴുതുന്ന നമ്പറാണ് മാസ് നമ്പർ. സോ മാസ് നമ്പർ A എന്ന് പറയുന്നത് ഇവിടെ 23 ആണ് അല്ലെ. അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ 11 പ്രോട്ടോൺസ് ഉണ്ട്. ബിക്കോസ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഇവിടെ പ്രോട്ടോണുകളുടെ എണ്ണം 11 ആണ്. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താം. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ ഒരു മാജിക് ഇക്വേഷൻ ഉണ്ട് അല്ലെ. A മൈനസ് Z, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. സോ 23 മൈനസ് 11 നമുക്ക് 12 എന്ന് ഉത്തരം കിട്ടും. ഇനി ഹൗ മെനി ഷെൽസ് ആർ ഓക്യുപ്പൈഡ് ബൈ ഇലക്ട്രോൺസ്? എത്ര ഷെല്ലുകളിലായിട്ടാണ് ഇവിടെ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്? അതിനെ നമുക്ക് ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ 11 പ്രോട്ടോണും 11 ഇലക്ട്രോൺസും ഉണ്ട്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1 ആയിരിക്കും. നോക്ക്, KLM 3 ഷെല്ലുകളിലായിട്ടാണ് അല്ലെ. KLM എന്ന 3 ഷെല്ലുകളിലായിട്ടാണ് ഇവിടെ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. സോ ഉത്തരം 3 ആണ്. സിമ്പിൾ.